അങ്ങനെ കേരളത്തിൽ ഒരു ഭരണമാറ്റം പ്രവചിക്കുകയാണ് ഈ എക്സിറ്റ് പോൾ ഫലം എന്നുള്ളതാണ് ഏറ്റവും വോട്ട് ബൈബിന്റെ എക്സിറ്റ് പോൾ ഫലം വിശകലനം ചെയ്യുമ്പോൾ തോന്നുന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടത്തിൽ തൊട്ടടുത്ത് ഭരണത്തിന്റെ തൊട്ടടുത്ത് LDFന് വീഴ്ച പറ്റുന്നു എന്നുള്ള കാര്യമാണ്. അതായത് തൊട്ടടുത്തെത്തി അവർ പരാജയപ്പെടും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളിൽ പ്രകടമാകുന്നത്. പിന്നെ +-3യുടെ ഒരു എറർ ഇതിനകത്ത് ഉണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രവചിക്കാൻ പോലും പറ്റാത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഓരോ വോട്ടും നിർണായകമായ മണ്ഡലങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാൽ ഈ ഫലത്തിൽ വേണമെങ്കിൽ മാറ്റം വരാം എന്നുള്ളതാണ്. അതായത് ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല ഇതനുസരിച്ച്. കാരണം അത്ര ചെറിയൊരു വ്യത്യാസമേ ഇവിടെ പ്രകടമാകുന്നുള്ളൂ. 70 മുതൽ 80 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 5 സീറ്റിന്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ ഫലം മാറി മറിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെ, 63 LDF, UDF 75 എന്ന് പറയുമ്പോൾ 5 സീറ്റിലെങ്കിലും, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 5 സീറ്റുകളിലെങ്കിലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായാൽ ഈ എക്സിറ്റ് പോളിനെ മറികടക്കുന്ന രീതി. എക്സിറ്റ് പോളിലും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ കാര്യം ഉണ്ട്. അവിടെ UDFനാണ് മെജോറിറ്റി മാർക്ക്, മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുവാൻ സാധ്യത കൂടുതൽ ഉള്ളത്. ഈ എക്സിറ്റ് പോളിൽ അതാണ് പ്രകടമായിരിക്കുന്നത്. ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ LDFനെ എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ LDFന് ഭരണത്തിലേക്ക് എത്താം, തുടർ ഭരണം സാധ്യമാകും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് UDFന് തന്നെയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഡ്ജ്. UDFന് 75, LDFന് 63 എന്നുള്ളതാണ് കണക്ക്. അവിടെ UDFനെ സഹായിക്കുന്നത് വടക്കൻ കേരളമാണ്. വടക്കൻ കേരളത്തിലെ ആ ഒരു മേധാവിത്വം കിട്ടിയതാണ് UDFനെ സഹായിക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം, നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ സർവേ ഘട്ടത്തിലൊക്കെ ശബരിമല വിഷയം ജനങ്ങളെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു കണക്ക് പുറത്തു വന്നത്. കേവലം 5% ആളുകൾ മാത്രമാണ് ശബരിമല വിഷയം അനുസരിച്ച് വോട്ടുകൾ ചെയ്തത് എന്നുള്ള കണക്കുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ ജനത്തെ സ്വാധീനിച്ച വിഷയങ്ങളിൽ ഒന്നായി ശബരിമല ഗോൾഡ് തെഫ്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിർണായകമായി മാറുകയാണ്. ബൂത്തിലെത്തി ജനം വോട്ട് ചെയ്തപ്പോൾ ശബരിമല വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അവർ കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 15.3% ആളുകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ വോട്ടിങ്ങിനെ അത് സ്വാധീനിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. 15.3% ആളുകൾക്ക് ശബരിമല സ്വർണ്ണക്കവർച്ച, സ്വർണ്ണക്കൊള്ള, അതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റും അവരെ സ്വാധീനിച്ചു എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു. ശബരിമല ഗോൾഡ് തെഫ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേസുകളും മറ്റും LDF സർക്കാരിലെ അല്ലെങ്കിൽ CPMലെ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായത് ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് 15.3% വോട്ടർമാരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മുടെ സർവേ ഫല സമയത്ത് കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനിച്ചിട്ടുള്ളത് 15.3% ആളുകളെയാണെന്നുള്ളത് ഈ പോളിംഗിൽ വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. മറ്റൊന്ന് രണ്ടാമത് ജനത്തെ സ്വാധീനിച്ച ഒരു വിഷയം കേരളത്തിലെ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം കാര്യമായി തന്നെ ജനത്തെ സ്വാധീനിച്ചു. 16.1% ആളുകൾ വോട്ട് ചെയ്തത് ഇത്തരത്തിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടിങ്ങിൽ അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. 16.1% ആളുകൾ ഇത്തരത്തിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടെ കാണണം. വിലക്കയറ്റവും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നുള്ളത് ഏറെ നിർണായകമായ ഒന്നാണ്. മറ്റൊന്നായി കാണേണ്ടത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ അഴിമതി, അതുമായി ബന്ധപ്പെട്ട് UDF കൊണ്ടുവന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. കറപ്ഷൻ ഇൻ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ കറപ്ഷൻ, ഗവൺമെന്റിന്റെ, സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റ് ഏജൻസികളുടെ കണക്കുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണോ വോട്ട് വൈബിന്റെ, ഇതേ രീതിയിൽ തന്നെയാണോ മറ്റ് ഏജൻസികളുടെ കണക്കുകളും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. 6 ഏജൻസികളുടെയെങ്കിലും കണക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ UDF ആണോ LDF ആണോ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ LDFന് 49 മുതൽ 62 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. UDFന് 78 മുതൽ 90 സീറ്റുകൾ വരെ. 90 സീറ്റുകൾ വരെ ആക്സിസിന്റെ സർവേയിൽ 90 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ UDFന്റെ സംഖ്യ പോയേക്കാം എന്നുള്ളത് ഏറെ നിർണായകമാണ്. 49നും 62നും ഇടയ്ക്ക് സീറ്റ് മാത്രമാണ് അവർ LDFന് നൽകുന്നത് എന്ന് പ്രധാനമാണ്. NDAക്ക് ആകട്ടെ 0 മുതൽ 3 സീറ്റ് വരെ, അവിടെയും സീറ്റുകൾ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ 3 സീറ്റ് വരെ കിട്ടാം. 90 സീറ്റുകൾ വരെ. നമ്മുടെ വോട്ട് വൈബിന്റെ
എക്സിറ്റ് പോളും അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ LDF-ന് കുറച്ചുകൂടി ക്ഷീണമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. മാജിക് സംഖ്യയിലേക്ക് എത്താൻ കഴിയുന്നതേ ഇല്ല. 62 സീറ്റുകളാണ് പരമാവധി നേടാൻ കഴിയുന്നത്. അതേസമയം വോട്ട് വൈബിന്റെ സർവേയിൽ അത് 68 സീറ്റുകൾ വരെ LDF-ന് നേടാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ UDF-ന് കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടുമെന്നുള്ളതാണ്. പീപ്പിൾസ് പൾസിന്റെ LDF-ന് 55 മുതൽ 65 വരെ, UDF-ന് 75 മുതൽ 85 വരെ. അവിടെ UDF-നാണ് മുൻതൂക്കം. അവിടെ UDF-ന് മേധാവിത്വം. അവിടെയും NDAക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെയാണ് ആ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി പുറത്തു വന്ന 3 സർവേകളിലും UDF കേരളത്തിൽ എക്സിറ്റ് പോളുകളിലും UDF കേരളത്തിൽ ഭരണം പിടിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പീപ്പിൾസ് സർവേയുടെ പീപ്പിൾസ് പൾസ് എന്ന സർവേ അനുസരിച്ച് LDF-ന് 55 മുതൽ 65 വരെ, UDF-ന് 75 മുതൽ 85 വരെ, NDAക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിനേക്കാൾ കുറച്ചുകൂടി വലിയ മാർജിനാണുള്ളത്. പി മാർക്കിന്റെ സർവേ അനുസരിച്ച് അത് കുറച്ചുകൂടി വ്യത്യസ്തമായ സർവേയാണ്. UDF-ന് അവർ 71 മുതൽ 79 വരെ സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. 62 മുതൽ 69 വരെ സീറ്റുകൾ LDF-ന് കേരളത്തിൽ കിട്ടിയേക്കാം. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. എക്സിറ്റ് പോൾ അനുസരിച്ച് LDF-ന് 62 സീറ്റുകളായി കുറഞ്ഞാലും ചിലപ്പോൾ 69 സീറ്റുകൾ വരെ നില മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അവിടെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടുമുകളിൽ 71 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം വരെ കിട്ടാം. UDF-ന് 79 വരെ പരമാവധി കിട്ടാം. NDAക്ക് ആകട്ടെ 1 മുതൽ 4 വരെ ഒരു സീറ്റ് ഉറപ്പിക്കുന്നുണ്ട്. 1 മുതൽ 4 വരെ 1 മുതൽ 4 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. ഈ 4 എക്സിറ്റ് പോളും വെച്ച് നോക്കുമ്പോൾ UDF-നാണ് മേധാവിത്വം. പക്ഷേ പി മാർക്കിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് അവിടെ LDF-ന്റെ നില കുറച്ചുകൂടി മെച്ചമാണ്. മാട്രിക്സിന്റെ ഒരു സർവേ ഫലം കൂടി പ്രേക്ഷകർക്കായി തരാം. അത് UDF-ന് 70 മുതൽ 75 വരെ സീറ്റുകൾ മാത്രമാണ്. അതായത് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടാതിരിക്കാം UDF-ന്. 70 മുതൽ 75, 71 വേണമല്ലോ. 70 മുതൽ 75 വരെ സീറ്റുകൾ. അവിടെയാണ് നേരത്തെ പറഞ്ഞ NDA എന്ന ഒരു ഡിസൈഡിംഗ് ഫാക്ടറിലെ കാര്യങ്ങൾ എത്തുന്നത്. ഈ കേരളത്തിലെ BJP-യുടെ ഒക്കെ ഒരു വലിയ സ്വപ്നമാണത്. അത് 3 മുതൽ 5 വരെ സീറ്റുകൾ വരികയും 70, 75 എന്ന നിലയിലേക്ക് UDF വരികയും LDF-ന് അവർ പ്രവചിച്ചിരിക്കുന്നത് 60 മുതൽ 65 വരെ സീറ്റുകൾ മാത്രമാണ്. കുറച്ചുകൂടി LDF-ന് കുറച്ചുകൂടി ആശ്വസിക്കാവുന്ന കണക്കാണ്. അവിടെ UDF-ന് ചിലപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടിയേക്കില്ല, അല്ലെങ്കിൽ കൃത്യം 70 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ താഴാം എന്നുള്ളതാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് BJP-യുടെ തന്നെയാണ്. BJP-യുടെ സീറ്റുകൾ കൂടാം എന്നുള്ളതാണ്. 3 സീറ്റ് ഉറപ്പിച്ച് പറയുകയാണ്. 5 സീറ്റ് വരെ ആകാം. അത് 5 സീറ്റ് വരെ ആകാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു തൂക്ക് സഭയാണ്. മാട്രിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഒരു തൂക്ക് സഭയിലേക്ക് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. 70 മുതൽ 75 എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു തൂക്ക് സഭ UDF-ന് 70 മുതൽ 75, 70 ആയിട്ട് കുറയാം. അങ്ങനെ വരികയാണെങ്കിൽ 65 സീറ്റ് ആയിരിക്കും LDF-ന് കിട്ടാൻ പോകുന്നത്. 3 സീറ്റ് NDAക്കും കിട്ടും എന്നുള്ള രീതിയിൽ ഒരു തൂക്ക് സഭ രീതിയിലാണ്. വ്യത്യസ്തമായ ഒരു സർവേ ഫലമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.